നന്ദു നിനക്ക് വോട്ടുണ്ട്, നീ പൊളിയാണ്, നീ ടോപ്പ് 5 ആണ്, നീ വേറെ ലെവലാണ് നന്ദു. ശ്രീധുവിനെ വെച്ച് നോക്കുമ്പോൾ നീ പൊള്ളിയാണ് നന്ദു, ജാസ്മിനെ വെച്ച് നോക്കുമ്പോഴും നീ പൊള്ളിയാണ് നന്ദു. ഇങ്ങനെയുള്ള ഓരോ ഡയലോഗ് അടിച്ചിട്ട് ഒരു പാവം പിടിച്ച പെങ്കൊച്ചിന്റെ ലൈഫ് വെച്ച് ഗെയിം കളിച്ച് നശിപ്പിച്ച 2 ഇൻഫ്ലുവൻസേഴ്സ്. പ്രേക്ഷകർ ചിന്തിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. ആദ്യം പറഞ്ഞ ഓരോ ഡയലോഗും ഞാൻ ലൈവിൽ കേട്ടിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും ക്ലിയർ ആയിട്ട് എടുത്ത് പറയുന്നത്. അല്ലാതെ വെറുതെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞതൊന്നുമല്ല. അതുകൊണ്ട് ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. സിജോ, സായി എന്നിവരെ മാറി മാറി നന്ദനയുടെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വെച്ച കാര്യങ്ങളാണ്. നന്ദനെ അനാവശ്യമായി മോട്ടിവേറ്റ് ചെയ്ത് കോൺഫിഡൻസ് കൊടുത്ത് പുറത്താക്കിയതാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. അതിൽ കൂടുതലൊന്നും പറയാനില്ല. നന്ദനെ പുറത്താവാൻ ഒരേ ഒരു കാരണം പൊന്നാങ്ങളമാരായിട്ടുള്ള സായി, സിജോ എന്നിവരാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നിട്ട് നന്ദനെ പുറത്തായി എന്ന് പറഞ്ഞപ്പോ സായിയുടെ ഒരു വിഷമം കാണണമായിരുന്നു. തലേന്ന് മറ്റൊരു ബാഗേജും കൂടി ഒഴിഞ്ഞു പോയല്ലോ എന്നായിരിക്കും സായി ചിന്തിച്ചതെന്ന് തോന്നുന്നു. ചിരിക്കുന്നതൊക്കെ ഞാൻ കണ്ട്. എന്തിനാണ് ചിരിച്ചത്? സിജോയ്ക്കാണെങ്കിൽ അത്ര ഭയങ്കരമായ വിഷമമുള്ള പോലൊന്നും എനിക്ക് തോന്നിയില്ല. കുറച്ച് ഹൃദയഹാരിയായ മൊമെന്റിങ് എടുക്കാന്ന് ഓർത്തുകൊണ്ട് അഭിനയിച്ച പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. 2 ആങ്ങളന്മാരും കൂടി ചേർന്ന് നിന്ന് അനിയത്തിയെ കെട്ടിപ്പിടിക്കുന്നു, പിന്നെ ചിങ്ങിലി പിടിക്കുന്നു. ഈ ഓവറായിരുന്നു കേട്ടോ 3 പേരും കൂടി. പിന്നെ നന്ദനയുടെ മാഷപ്പിലായി കഴിഞ്ഞു കഴിഞ്ഞാലും ആങ്ങളമാരുമായിട്ടുള്ള ഒരു മൊമെന്റ് പോലും ഇല്ല. ഫുൾ ജിൻഡോയുമായിട്ടുള്ള മൊമെന്റ്സ് മാത്രം. അത് കണ്ടത് നന്ദനയ്ക്ക് മതിയായി. ഇനി ആങ്ങളമാര് ലവന്മാരാണെന്നും പറഞ്ഞ് നടക്കുന്നവന്മാരെ എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് ആയിരിക്കും നന്ദന ഇറങ്ങിപ്പോയത്. മര്യാദയ്ക്ക് ആ ജിൻഡോ ചേട്ടന്റെ കൂടെ വല്ലതെന്ന് കളിച്ചാൽ മതിയായിരുന്നു, വോട്ട് കിട്ടിയേനെ എന്നൊക്കെ ഓർത്ത് കാണുമായിരിക്കും. ഇനിയൊന്ന് കാണണമെന്ന് പോലും പറഞ്ഞില്ല ആങ്ങളമാര് ടീമുകൾ. ആങ്ങളമാര് തെണ്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പോയതെന്ന് തോന്നുന്നു. വൈൽഡ് കാർഡായിട്ട് പോയിട്ടും പുറത്തെ ഒരു കാര്യവും അറിയാത്ത പോലൊക്കെ നന്ദന കളിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തെങ്കിലും ഒരു വൈൽഡ് കാർഡ് അഡ്വാൻറ്റേജ് എടുത്ത് കളിക്കാമായിരുന്നു. ഇപ്പം ഡേ 1 മുതൽ കളിച്ച പോലെ ഇങ്ങനെ ഗെയിമിനെ അപ്രോച്ച് ചെയ്ത് കളിക്കാൻ തുടങ്ങിയത് നന്ദനയുടെ ഗെയിമിൽ ഒരു വലിയ പരാജയം തന്നെയാണ്. ഇപ്പൊ പുറത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള ഒരാളുടെ കൂടെ നിന്ന് കളിച്ചു, അല്ലെങ്കിൽ ജാസ്മിന്റെ കൂടെ നിന്ന് കളിച്ചാലും നിന്ന് പോയേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എല്ലാരെയും വെറുപ്പിച്ച് അങ്ങനെ ഫുൾ ഒരു വെറുപ്പിക്കൽ ഗെയിം കളിച്ച് ഔട്ടായ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നന്ദന പുറത്തായിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും